ഇന്നത്തെ യുവജനങ്ങളിൽ പലർക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം പഴയ തലമുറ പറയും അവർക്ക് ഉത്തരവാദിത്വം എടുക്കാൻ താല്പര്യമില്ലാത്തതാണെന്നാണ്. പക്ഷേ തലമുറക്കാർ പറയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് പിന്നിലെ പലരുടെയും ജീവിതം കണ്ടിട്ട് പേടിയാവുന്നു. ഇതുപോലെ ജീവിതം നശിപ്പിക്കുവാൻ വേണ്ടി എന്തിന് കല്യാണം കഴിക്കണം എന്ന ചോദ്യത്തിന് മുമ്പിൽ പല മാതാപിതാക്കൾക്കും ഉത്തരവില്ല. അപ്പോൾ അവർ പറയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ലേ. അപ്പോൾ പുതിയ തലമുറക്കാർ പറയും അത് ശരിയാണ്, പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചു പോകുന്നുവെങ്കിൽ അതിനൊരു ബ്യൂട്ടിയൊക്കെ ഉണ്ട്. പക്ഷേ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പോലെ നിങ്ങൾ സഹിച്ച് സഹജീവനം നടത്തുകയാണെങ്കിൽ അതുപോലെ ജീവിക്കാൻ ഞങ്ങൾ എന്തിന് കല്യാണം കഴിക്കണം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിക്കുവാൻ ഒരുങ്ങുന്നവർ അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അത് പഴയ നിയമത്തിലെ പുസ്തകമാണ്, തോബിത്തിൻ്റെ പുസ്തകം. നിങ്ങൾ ആ പുസ്തകം സ്നേഹത്തോടു കൂടി ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ ഏത് വിശ്വാസക്കാരനാകട്ടെ ആ പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ മകനോ മകളോ കല്യാണത്തിനൊരുങ്ങുകയാണെങ്കിൽ ആത്മാർത്ഥതയോടെ ആ പുസ്തകം ഒന്ന് വായിക്കാൻ പറയുക. നല്ല കുടുംബ ജീവിതത്തിന് ഉപകരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. ആദ്യം തോബിത്ത് ഒരു ലൈഫ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. അതായത് അയാളുടെ ജീവിതത്തെ തന്നെ അയാൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഞാനെന്ന വ്യക്തി, ഇപ്പോൾ പ്രസംഗിക്കുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റേറ്റ്മെൻറ്റ് നെഞ്ചുറപ്പോടെ പറയുവാൻ കഴിയേണ്ടവരാണ്. അത് കഴിയണം. ഇദ്ദേഹം പറയുന്നു, ഞാൻ തോബിത്ത് ജീവിതകാലം അത്രയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലൂടെയാണ് ഞാൻ ചരിച്ചത്. ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കരളുറപ്പ് വേണം, അല്ലെങ്കിൽ പച്ചക്കള്ളം പറയുന്ന ഒരാളായി മാറണം. ഇയാളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കള്ളല്ല പറയുന്നത്. അപ്പോൾ ജീവിതകാലം അത്രയും സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെയാണ് ഞാൻ ജീവിച്ചത്, ചരിച്ചത് എന്ന് പറയുവാൻ ഒരാൾക്ക് സാധിക്കണം. ജർമ്മൻ കവി ഗദയുടെ ഒരു കഥാപാത്രം അപ്പനോട് പറയുന്നുണ്ട്, The life you live echoes in my ears in such a way that I cannot hear a thing you say. അതായത് നിങ്ങൾ ജീവിക്കുന്ന ജീവിതം എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്നത് ഒരക്ഷരം കേൾക്കാൻ പറ്റുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട പിതാവേ, നിങ്ങളുടെ മക്കൾ നിങ്ങൾ നോക്കി ഇങ്ങനെ പറയുവാൻ വരുന്നുണ്ടോ? ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. കല്യാണ റിസപ്ഷൻ നടക്കുകയാണ്. യുവാവ് അയാളുടെ ഭാര്യയെ ഒപ്പം അവരുടെ മാതാപിതാക്കളെയും സ്റ്റേജിലേക്ക് വരുത്തി. എന്നിട്ട് തൻ്റെ വെഡ്ഡിങ് റിങ് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ വെഡ്ഡിങ് റിങ് ഇന്ന് അഭിമാനത്തോടെ ഞങ്ങൾക്ക് ഇടാൻ സാധിക്കുന്നതിൻ്റെ കാരണം ഇവരുടെ വെഡ്ഡിങ് റിങ്ങുകളാണ്, ഇവരുടെ ജീവിതമാണ് ഇന്ന് ശിരസുയർത്തി നടക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ആദ്യം പഠിച്ച പുസ്തകങ്ങളാണ് ഞങ്ങളുടെ തൊട്ടടുത്ത്. ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ജീവിതം അതുപോലെയാകണം. തോബിത്ത് വീണ്ടും ഒരു ഫെയ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇങ്ങനെയാണ് ഒരാൾ വേദോപദേശം നൽകുന്നത്. അതായത് അയാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഓർമ്മ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരക്ഷരം പറയാതെ അയാൾ ജീവിതം കൊണ്ട് പ്രസംഗിക്കുകയാണ്. ഫ്രാൻസിസ് അസീസി ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ വേണ്ടി പറഞ്ഞു വിടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ലോകത്തിൻ്റെ അതിർത്തി വരെ പോവുക, അത്യാവശ്യമാണെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക, അത്യാവശ്യമാണെങ്കിൽ മാത്രമാണ് വാക്ക് ഉപയോഗിക്കേണ്ടത്. ഇത് അകത്ത ജീവിതത്തിന് ഒരു കാമ്പുമില്ലാത്തത് കൊണ്ട് പൊള്ളയായ ജീവിതത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി കനമുള്ള വാക്കുകൾ കൊണ്ട് നിറക്കുകയാണ്. അപ്പോൾ വാക്കിൻ്റെ കനം കൂടുന്നത് ജീവിതത്തിൻ്റെ പൊള്ളയിൽ തരം കൊണ്ടാകാം ചില നേരങ്ങളിലെങ്കിലും. അങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം എന്ന് ഇടയ്ക്ക് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. മകൻ അപ്പനോട് പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് അപ്പനെ ഇപ്പോൾ അനുസരിക്കാത്തത്? അപ്പൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ അനുസരിക്കാത്തത്? മകൻ പറയുന്നു, നിങ്ങളുടെ ഉപദേശം 1000 കിലോഗ്രാം ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം 100 ഗ്രാം പോലും തികയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വടക്കോട്ട് പോകാൻ പറയുമ്പോൾ ഞാൻ തെക്കോട്ട് പോകുന്നത്, തെക്കോട്ട് പോകാൻ പറയുമ്പോൾ ഞാൻ വടക്കോട്ട് പോകുന്നത്. ഇങ്ങനൊരു അവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചോദിക്കുക. അതിനുത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. തോബിത്ത് വീണ്ടും മകന്, അവൻ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവനാണ്, അവന് നൽകുന്ന ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങൾ
സത്യത്തിൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു ഉപദേശം തന്നെയാണ്. ഒന്ന്, നീ നിൻ്റെ ദൈവത്തെ ഒരിക്കലും മറക്കരുത്, ദൈവവിചാരം വെടിയരുത്. രണ്ട്, നിൻ്റെ അമ്മയെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത്. മൂന്ന്, പറ്റാവുന്ന വിധത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കണം, സഹായിക്കണം. ദാനധർമ്മം ആപത്തിനെ അകറ്റും, അതുകൊണ്ട് നീ ദാനധർമ്മം നിർവഹിച്ചുകൊണ്ടേയിരിക്കണം. അധാർമികത വെടിയണം. നിൻ്റെ ജീവിതത്തിൽ അലസത വന്ന് ചേരരുത്, അഹങ്കാരം വന്ന് ചേരരുത്. അതുപോലെ തന്നെ സതുപദേശങ്ങൾക്ക് നീ ചെവി കൊടുക്കണം, വിഡ്ഢിയുടെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കരുത്. പറ്റാവുന്നത്ര സന്തോഷത്തോടെ ആനന്ദ നിർവൃതിയിൽ നീ മുന്നോട്ട് പോകണം. നിൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിന് നീ സ്തുതിഗീതങ്ങൾ അർപ്പിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഇതൊന്ന് വായിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ഉപദേശം അവർക്ക് വേറെ കൊടുക്കാനുണ്ടോ? സമഗ്രതയുള്ള ഉപദേശമാണ്. എല്ലാ തരത്തിലും ഒരു കംപ്ലീറ്റ് വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കാവുന്ന ഒരു ഹോൾസം മെസ്സേജാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. ഇത് മക്കൾ കല്യാണത്തിന് മുമ്പ് ഹൃദയപൂർവ്വം വായിക്കേണ്ടതല്ലേ? വീണ്ടും തോബിയാസ് എന്ന മകനോട് പറയുന്നു, നിൻ്റെ ജീവിതത്തിലെ നീ നിൻ്റെ അമ്മയെ ആദരിക്കണം. കാരണം നിനക്ക് വേണ്ടി ഒരുപാട് വിഷമതകൾ സഹിച്ചിട്ടുള്ള ആളാണ്. പല മക്കളും മാതാപിതാക്കളെ കല്യാണത്തോടു കൂടി ഉപേക്ഷിക്കുന്നുവോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് പലയിടങ്ങളിലും. അതായത് ചില വീടുകളിലെങ്കിലും വന്നു കയറുന്ന പെൺകുട്ടി ചിന്തിക്കുന്നത്, ഇനി എൻ്റെ ചേട്ടൻ, എൻ്റെ കുട്ടി, എൻ്റെ പെട്ടി, എൻ്റെ പട്ടി, എൻ്റെ ലോകം, എൻ്റെ ഞങ്ങളുടെ ചെറു ലോകം. അവിടെ അപ്പന് സ്ഥാനമില്ല, അമ്മയ്ക്ക് സ്ഥാനമില്ല. സത്യത്തിൽ കല്യാണം കഴിക്കുമ്പോൾ രണ്ട് വ്യക്തികളല്ല, രണ്ട് സംസ്കാരങ്ങളാണ് ഒന്നു ചേരുന്നത്. അപ്പോൾ ഒരാളുടെ സംസ്കാരത്തിലെ വേരും ഊരും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു സംസ്കാരത്തിൽ അലിയിക്കപ്പെടണം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഒരാൾക്ക് വേരുണ്ട്, ഒരാൾക്ക് പേരുണ്ട്, ഒരാൾക്ക് ഊരുണ്ട്. അത് മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് വിവാഹ ജീവിതത്തിലൊക്കെ പ്രവേശിക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ മാതാപിതാക്കളൊക്കെ ബഹുമാനിക്കാൻ സാധിക്കണം. ഇനി സാറ എന്ന പെൺകുട്ടിക്ക് നൽകപ്പെടുന്ന ഉപദേശമുണ്ട്, ഇനി നിൻ്റെ അമ്മയെ നിൻ്റെ അമ്മയെപ്പോലെ നീ സ്വീകരിക്കണം. കാരണം ഇനി നിൻ്റെ അപ്പനും അമ്മയും അവരാണ്. അത് നീ തിരിച്ചറിയുക, അവരെയും വേദനിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പലയിടങ്ങളിലും അമ്മായിയപ്പന്മാരെ ഉൾക്കൊള്ളാനാവാത്ത വിധത്തിൽ ഹൃദയം ചുരുങ്ങിപ്പോയവരായിട്ട് മാറിയിട്ടുണ്ട്. അതൊരു കാഴ്ചയാണ്, അതൊരു സങ്കടക്കാഴ്ചയാണ്. സത്യത്തിൽ പഴമൊഴിയുണ്ടല്ലോ, ദൈവത്തിന് എല്ലായിടത്തും വന്നെത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരാൾ കൂട്ടിച്ചേർത്തു, പിശാചിന് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് പിശാച് അമ്മായിയമ്മമാരെ സൃഷ്ടിച്ചു. ഇത് വെറും ജോക്കായിരിക്കാം, പക്ഷേ ആ ജോക്കിൽ കുറേ സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ തിരിച്ചറിയുവാൻ സാധിക്കണം. ഇതുപോലെ തോബിത്തിൻ്റെ പുസ്തകം നൽകുന്ന ഉപദേശങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുക. ഇനി തോബിയാസും അന്നയും ഒന്നു ചേരുന്നതിന് വേണ്ടിയുള്ള യാത്രയെ നയിക്കുന്നത് റാഫേൽ എന്ന മാലാഖയാണ്. പോപ്പ് ഫ്രാൻസിസ് പറയുന്നുണ്ട്, എന്താണ് വിശുദ്ധി? വിശുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവചരിത്രം എഴുതാൻ ദൈവത്തെ അനുവദിക്കലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ പുരുഷ ബന്ധം രക്ഷാകര ചരിത്രമായിട്ട് മാറുന്നത് ദൈവത്തിന് സ്ഥാനം ഉണ്ടാകുമ്പോഴാണ്. ദൈവം ഒരാളെ സ്ക്രിപ്റ്റ് എഴുതാൻ അനുവാദം നൽകി ലോകത്തിലേക്ക് അയക്കുകയാണ്. പക്ഷെ ആ സ്ക്രിപ്റ്റ് അയാൾ എഴുതുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ടായിരിക്കണം അയാൾ ചലിക്കപ്പെടുന്നതും. ദൈവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുവാൻ സാധിക്കണം. അപ്പോൾ മാലാഖ കാട്ടിയ വഴിയിലൂടെ നടന്നാണ് സാറയിൽ എത്തിച്ചേരുന്നത്. ഇനി വീണ്ടും മാലാഖ കാട്ടുന്ന വഴിയിലൂടെയാണ് സാറയെ അയാൾ സ്വന്തമാക്കുന്നത്. ഇനി അവർ രണ്ടുപേരും നടന്നു പോകുന്നതും ദൈവികതയുടെ വഴിയിലൂടെയാണ്. ഈ ഈഗോ വഴിയിലൂടെ നടക്കുന്നതുകൊണ്ടാണ് വിവാഹ ജീവിതമൊക്കെ പെട്ടെന്ന് മാറി ഡിവോഴ്സിലേക്ക് ഒരാൾ എത്തിയിരിക്കുന്നത്. രണ്ട് ഈഗോ നിറഞ്ഞ വ്യക്തികൾ ഒരുമിച്ച് വരുമ്പോൾ ഈഗോ ക്ലാഷ് അല്ലാതെ പിന്നെ എന്താ ഉണ്ടാകുക? അപ്പോൾ ഈഗോ നിറഞ്ഞിരിക്കുന്നൊരു വീട്ടിൽ എങ്ങനെയാണ് സന്തോഷം ഉണ്ടാകുക? പല വീടുകളും ഈശോ വീടൊന്നുമല്ല, ഈഗോ വീടുകളാണ്. അങ്ങനെയാണോ നിങ്ങളുടെ വീടെന്ന് നിങ്ങളൊന്ന് ചോദിക്കുക. ഇനി
തോബിയാസ് മണവറയിലേക്ക് സാറയുമൊത്ത് പ്രവേശിക്കുമ്പോൾ നടത്തുന്ന പ്രാർത്ഥന ഹൃദയപൂർവ്വം ദൈവത്തെ തേടുന്ന എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന പ്രാർത്ഥനയാണ്. ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു, എന്നിട്ട് പറയുന്നു, ദൈവമേ, ജഡികമായ അഭിലാഷങ്ങളോടെയല്ല ഞാനിവളെ പ്രാപിക്കുന്നത്, നിഷ്കളങ്കമായ പരിശുദ്ധമായ സ്നേഹത്തോടു കൂടിയാണ്. ഇവളോടൊപ്പം വാർദ്ധക്യകാലം വരെ ഒരുമിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഇടവരുത്തണമേ. എന്തൊരു സുന്ദരമായ പ്രാർത്ഥനയാണ്. ഇതുപോലുള്ള പ്രാർത്ഥനകൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച് അത് നിരന്തര പ്രാർത്ഥനയാക്കി മാറ്റി നോക്കുക. അതുകൊണ്ട് കല്യാണത്തിനൊരുങ്ങുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കല്യാണത്തിന് വേണ്ടി മക്കളെ ഒരുക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ തോബിത്തിൻ്റെ പുസ്തകം നിങ്ങളൊന്ന് എടുത്ത് വായിക്കുക, അത് വ്യാഖ്യാനം ചെയ്യുക, അതിലെ അമൂല്യ ജ്ഞാനം നിറഞ്ഞു തുളുമ്പുന്ന വാക്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക. വഴി വെളിച്ചമായിട്ട് അവ മാറട്ടെ. നല്ല യാത്ര നേരുന്നു.